അവരെല്ലാം കേസിൻ്റെ ജില്ലാ ഭാരവാഹികളും ഒക്കെ അല്ലേ സമരം ചെയ്തൊക്കെ പഠിച്ച് വരട്ടേന്ന്. ഇങ്ങനെയൊക്കെയല്ലേ അവർ പഠിച്ച കാര്യങ്ങൾ വരാൻ പറ്റുള്ളൂ. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ SFIക്കാർ എല്ലാ കാര്യങ്ങളും ഇവന് മനസ്സിലാക്കണമെന്നില്ലല്ലോ. നമുക്ക് നാളെ അവരെ മനസ്സിലാക്കിക്കാം. അല്ല, അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിയില്ല. അവർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നുണ്ടായിരിക്കും അവർ സമരം ചെയ്യുന്നത്. വിദ്യാർത്ഥി സംഘടനയ്ക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, തൊഴിലാളി സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ സമരാവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്നലെ എന്നെ KSUക്കാർ എന്നെ വീട്ടിൽ തിരങ്ങിയപ്പോൾ കരിങ്കൊടി കാണിച്ചല്ലോ. അപ്പം ഞാൻ 10 മിനിറ്റോടെ നിന്നല്ലോ. അവർ സമരം മുദ്രാവാക്യം വിളിച്ച് തളർന്ന് പോയതിന് ശേഷമാണല്ലോ ഞാൻ അവിടെ നിന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. ഞാൻ നിങ്ങൾക്കിപ്പോൾ എന്താണ് അറിയേണ്ടതെന്ന് കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഞാൻ പറയാം. ഷീറ്റിൻ്റെ ക്ഷാമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ ഇനിയിപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എൻ്റെ അനിയ ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, നിങ്ങൾക്കറിയാമല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത എങ്ങനെ വരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് SLC പാസ്സാവുന്നത് ജില്ല മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ A+ കിട്ടുന്നത് മലപ്പുറം ജില്ലയാണ്. കഴിഞ്ഞ വർഷം ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയും എത്ര സീറ്റ് മിച്ചമുണ്ടെന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പം ഞാനും നിങ്ങളും എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും A+ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നഷ്ടപ്പെടും, എനിക്ക് ചിലപ്പോൾ കിട്ടും. ഇപ്പോൾ ആ കുട്ടിക്ക് വേറെ റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ A+ എല്ലാം കിട്ടിയവർക്ക് ഉദ്ദേശിച്ച വീട്ടിനടുത്തുള്ള സ്കൂളിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഠിച്ച സ്കൂളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് നമുക്ക് ഇപ്പം പ്രീ ഡിഗ്രി ആയിരുന്നപ്പോൾ സമയത്ത് നിങ്ങളുടെ A+ ഹയർ സെക്കൻഡറി പാസ്സായവരാണോ പ്രീ ഡിഗ്രി പാസ്സായവരാണോ? പ്രീ ഡിഗ്രി പാസ്സായാണ്. ദൂരസ്ഥലങ്ങളിൽ പോയിട്ട് വന്നിട്ടുണ്ട് കൂട്ടുകാർക്കെല്ലാം. വിമൻസ് കോളേജിലാണ് പഠിച്ചത് എന്നുള്ളത് കൊണ്ട് വിമൻസ് കോളേജിൽ തന്നെ കിട്ടണമെന്നുണ്ടോ നമുക്ക് ഡിഗ്രി? പെരിങ്ങമല ഇക്ബാൽ കോളേജ് കിട്ടിയാൽ പോവേണ്ടി വരും. അല്ലാതെ ഞാൻ പഠിച്ച സ്ഥലത്തേ പഠിക്കും എന്നുള്ളത് ഇതിൽ നിർബന്ധം നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റില്ല. നിർബന്ധമായിട്ട് എനിക്ക് MBBS അഡ്മിഷൻ കിട്ടിയാലേ പറ്റുള്ളൂ, നിർബന്ധം പിടിക്കാൻ പറ്റുള്ളൂ. അത് എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് കിട്ടാനുള്ള സാധ്യത അവനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ള കേരളത്തിൻ്റെ സാഹചര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് പരിപൂർണമായിട്ട് തന്നെ സഹകരിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ പോലും വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. ആ ഗവൺമെൻറ് തുറന്ന മനസ്സ് സമരക്കാർ മനസ്സിലാക്കണം. ഗവൺമെൻറ് ഏത് തലം വരെയുള്ള വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാണ്. ഇത് തോൽവിയുടെയും വിജയത്തിൻ്റെയും പ്രശ്നമല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. അവരും ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരും കാര്യങ്ങൾ പറയുന്നത്. നാളെ കൂടുന്ന വിദ്യാർത്ഥി സംഘടനയുടെ യോഗത്തിൽ ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അവരും പറയട്ടെ, പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാം.